ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ 3ാം ക്ലാസ്സിലെ EVSലെ 6ാമത്തെ പാഠമായ സുരക്ഷിത ജീവിതം എന്നതാണ്. ഇതിൽ നമ്മൾ പറയുന്നത് നമ്മൾ ശീലിക്കേണ്ട ചില ആരോഗ്യശീലങ്ങളും പിന്നെ നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെപ്പറ്റിയൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ, കൂട്ടുകാർക്കോ മറ്റോ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. ഇവിടെ എന്താണ് കാണുന്നത് മക്കളിപ്പോൾ? എന്താണ്, ഒരു ടീച്ചറും കുട്ടികളും കൂടി ഇങ്ങനെ കളിക്കുകയാണല്ലേ, നല്ല സന്തോഷത്തോടു കൂടി കളിക്കുകയാണ്. അപ്പോൾ പുതിയൊരു കളിയായിട്ടാണ് കുട്ടൻ്റെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ ടീച്ചറും കുട്ടികളും ചേർന്ന് പാട്ടുപാടി താളത്തിൽ കളിച്ചു തുടങ്ങില്ലേ. നമുക്കൊന്ന് ഈ പാട്ടൊന്ന് പാടി നോക്കിയാലോ. ഒരു വിരലാടുമ്പോൾ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. ഒരു വിരൽ ഇരുവിരലാടുമ്പോൾ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. അതാണ് തന്നത് അല്ലേ വരി. എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കണേ. അപ്പോൾ ഇതിൻ്റെ വരികൾ കൂട്ടിച്ചേർത്ത് ഒക്കെ ഒന്ന് പാടി നോക്കണം. നമുക്കൊന്ന് പാടി നോക്കാം. ഒരു വിരൽ പറഞ്ഞു, 2 വിരൽ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 3 വിരൽ കൂട്ടിയൊന്ന് പാടി നോക്കാം. ഒരു വിരൽ 3 വിരലാടുമ്പോൾ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ കൂട്ടി മക്കൾ ഒന്ന് പാടി നോക്കണേ. ക്ലാസ്സിൽ പോയിട്ടൊക്കെ ഒന്ന് ഈ കളിയൊന്ന് കളിച്ച് നോക്കുകയും വേണേ. നമ്മളിപ്പോഴൊരു കളി കളിച്ചു അല്ലേ, പാട്ടൊക്കെ പാടി നല്ലൊരു കളി കളിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൂട്ടം കൂടി ചേർന്ന് കളിക്കുന്ന മറ്റ് കളികൾ ഏതൊക്കെയുണ്ട്? സ്കൂളിൽ നിന്നൊക്കെ ഫ്രണ്ട്സുകളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിക്കാറില്ലേ? ഒരുമിച്ച് ഒരുപാട് പേർ ചേർന്നിട്ട് കളിക്കാറില്ലേ? അപ്പോൾ എന്തൊക്കെ കളികളുണ്ട്? നമുക്കതൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ. ഏതൊക്കെയുണ്ട്? തൊട്ടാക്കാക്ക പറഞ്ഞൊരു കളിയുണ്ട് അല്ലേ, കുട്ടികളെല്ലാം കൂട്ടം ചേർന്ന് കളിക്കുന്നത്. പിന്നെ പന്ത് കളിയുണ്ട് അല്ലേ, പന്ത് കൊണ്ട് കളിക്കും നമ്മൾ. പിന്നെ കള്ളനും പോലീസും കളിയുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരുപാട് കളികളുണ്ട്. ഫുട്ബോളുണ്ട്, പിന്നെ ബാസ്ക്കറ്റ് ബോളുണ്ട്, പിന്നെ വേറെന്താ കബഡി കളിയുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ കൂട്ടം ചേർന്ന് കളിക്കുന്ന കളികളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ കൂട്ടി എഴുതാം. വേറെ മക്കൾക്ക് അറിയുന്ന കളികൾ പേര് എഴുതുക കേട്ടോ. പിന്നെ ഇത് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, 2-3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെ കളികളാണെന്ന് അറിയോ? എന്തൊക്കെ കളിയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കളികളാണല്ലേ. നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും എന്താണ് ഈ കളികൾ കണ്ടാലേ അറിയാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളതല്ലേ. ഒന്ന് എഴുതി നോക്കിയാലോ. ഇതിൽ ആദ്യം കാണുന്ന കളി ഏതാണ്? വെള്ളം കര അല്ലേ. കര വെള്ളം എന്നും പറയും, വെള്ളം കര എന്നും പറയും. പിന്നെ അടുത്തെന്താണ്? ഗോലികളി. ചിലയിടത്ത് കോട്ടികളി എന്ന് പറയും അല്ലേ. കോട്ടികളി ഒക്കെ പറയും, ഗോലികളി. പിന്നെന്താണ്? ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ, ഒളിച്ചും പൊത്തിയും കളി അല്ലേ. ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് കുട്ടികൾ അധികം ഉപയോഗിക്കുന്നത്. കുറച്ചും മുമ്പൊക്കെ ഉള്ള ആൾക്കാർ എന്ത് പറയും? ഒളിച്ചും പൊത്തിയും കളി അല്ലേ, ഒളിച്ച് കളി. അതൊക്കെയാണ് ആ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. പിന്നെ ഓടിച്ചാടി കളിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കായികശേഷി കൂടുന്നു. പിന്നെ എന്താണ്? ആരോഗ്യം വർദ്ധിക്കുന്നു, പ്രതിരോധ ശേഷി കൂടുന്നു, മാനസിക ആരോഗ്യം കൂടുന്നു, നല്ല ഉറക്കം ലഭിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഇത് അല്ലാണ്ടും ഉണ്ട്. അതിൽ കൂടുതൽ കുട്ടികൾക്ക് അറിയാവുന്നത്, മക്കൾക്ക് അറിയാവുന്നത് എഴുതിക്കോളൂ കേട്ടോ. ഇതൊക്കെ എന്താണ് നമുക്ക് നല്ല കളിക്കുമ്പോൾ ഓടിച്ചാടി കളിക്കുന്നതിനെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ്. പിന്നെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്? ശരിയായ ഭക്ഷണശീലമുണ്ട്, ആവശ്യത്തിന് ഉറക്കമുണ്ട്, പിന്നെന്തുണ്ട്? എന്തെഴുതാൻ പറ്റും നമുക്ക്? നല്ല രീതിയിലുള്ള വ്യായാമം, നല്ല ശുചിത്വശീലം, ഇതൊക്കെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ശരിയായ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കം എങ്ങനെയൊക്കെയാണ് ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്? എപ്പോൾ ഉറങ്ങാൻ കിടക്കണം? എത്ര സമയം ഉറങ്ങണം? ശരിയായ രീതിയിലുള്ള ഉറക്കം ശീലിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് എന്താക്കണം? ഒരു ആരോഗ്യ വിദഗ്ധയിൽ നിന്ന് ശേഖരിച്ച് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കണം അല്ലേ. നമുക്കൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ. ശരിയായ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. നല്ല പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, ചവച്ചരച്ച് കഴിക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഭക്ഷണം വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇനി ഉറക്കം എങ്ങനെയാണ് ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്? എങ്ങനെയൊക്കെയായിരിക്കും? ശാരീരികവും മാനസികവും ആയ ആരോഗ്യം സംരക്ഷിക്കാൻ നല്ല ഉറക്കം ആവശ്യമാണ്. തലച്ചോറിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും കുട്ടികളിൽ ശാരീരിക വളർച്ചയ്ക്കും നല്ല ഉറക്കം വളരെ അത്യാവശ്യമാണ്.
നല്ല ഉറക്കം രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. എപ്പോൾ ഉറങ്ങാൻ കിടക്കണം? എത്ര സമയം ഉറങ്ങണം? എങ്ങനെയാണത്? നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഏകദേശം 9 മണിക്കെങ്കിലും ഉറങ്ങാൻ കിടക്കണം. പ്രായത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഉറക്കത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ പ്രായത്തിൽപ്പെട്ടവർക്ക് 9 മണിക്കൂറോ അതിൽ കൂടുതലോ ഉറക്കം ആവശ്യമാണ്. ശരിയായ രീതിയിലുള്ള ഉറക്കം ശീലിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ശരിയായ രീതിയിൽ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ ശരീരത്തിലെ പല അവയവങ്ങൾക്കും ക്ഷീണം സംഭവിക്കുകയും കാലക്രമേണ ശരീരം രോഗാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യും. മാത്രവുമല്ല, ഉറക്കമില്ലായ്മ ഉന്മേഷക്കുറവിനും മാനസികാരോഗ്യം കുറയ്ക്കാനും കാരണമാകുന്നു. അപ്പം മക്കൾക്ക് എന്ത് മനസ്സിലായി? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലവും കൂട്ടുചേർന്നുള്ള കളികളും ആവശ്യത്തിന് ഉറക്കവും പ്രധാനമാണ്. മനസ്സിലായില്ലേ? കാലാവസ്ഥയും വസ്ത്രവും. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഒരു കുട്ടി നല്ല ഒരു വസ്ത്രമൊക്കെ ധരിച്ച് അവൻ്റെ കണ്ണും മൂക്കും മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മൂടിക്കൊണ്ടുള്ള വേഷം അല്ലേ. അപ്പോൾ ടീച്ചർ കുട്ടികൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കുട്ടന് കിട്ടിയ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ ചിത്രം നോക്കൂ. കുട്ടന് കിട്ടിയ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ ചിത്രമാണിത് അല്ലേ. അപ്പം ഞാനിപ്പം പറഞ്ഞ നന്നായിട്ട് മൂടിക്കൊണ്ടുള്ള വേഷം ധരിച്ചൊരു കുട്ടി. അപ്പോൾ ചിത്രത്തിലെ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് പ്രത്യേകത? ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കാരണം എന്തായിരിക്കും? തുണിത്തരങ്ങൾ എല്ലാം ഒരുപോലെയാണോ? അപ്പോൾ കുറേ ചോദ്യങ്ങളാണല്ലേ നമ്മളോട് ചോദിക്കുന്നത്. ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് പ്രത്യേകത? ഈ വസ്ത്രങ്ങൾ ധരിക്കാൻ കാരണം എന്താണ്? എല്ലാ തുണികളും ഒരുപോലെയാണോ നോക്കല്ലേ. എല്ലാം അങ്ങനെയാണോ? എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കല്ലേ. ഓരോ ചോദ്യത്തിനും നമുക്ക് എന്തൊക്കെയാണ് ഉത്തരങ്ങളെന്നൊന്ന് നോക്കാം. കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വസ്ത്രം കണ്ണും മൂക്കും ഒഴികെ ബാക്കി ശരീരം മുഴുവൻ മറച്ചുകൊണ്ടുള്ള വസ്ത്രമാണ്. മാത്രവുമല്ല നല്ല കട്ടിയുള്ളതുമാണിത് അല്ലേ. കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ മൂക്കും കണ്ണും മാത്രമേ പുറത്ത് കാണുള്ളൂ, ബാക്കിയെല്ലാം മൂടിയിട്ടാണുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കാരണം എന്തായിരിക്കും? വളരെ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത്. തുണിത്തരങ്ങൾ എല്ലാം ഒരുപോലെയാണോ? ഒരുപോലെയല്ല അല്ലേ. നിങ്ങൾക്കെല്ലാം അറിയണ്ടാവും എല്ലാ തുണിത്തരങ്ങളും ഒരുപോലെയല്ല. മക്കൾ പലതരം വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ലേ. അപ്പം എല്ലാ തുണിത്തരങ്ങളും ഒരുപോലെയല്ല. കനം കുറഞ്ഞതും കട്ടിയുള്ളതുമായ തുണികളുണ്ട്, പിന്നെ വളരെ മൃദുവായിട്ടുള്ള തുണികളും ഉണ്ട്. നിങ്ങൾക്ക് ഏതെല്ലാം തുണിത്തരങ്ങളെക്കുറിച്ച് അറിയാം? ഇവിടെ ഉണ്ടല്ലേ, 2 ഉണ്ട്. പരുത്തിയുണ്ട്, പോളിസ്റ്ററുണ്ട്. പിന്നെ വേറെ ഏതൊക്കെ എഴുതാം? നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. വൂളൻ തുണിയുണ്ട്, സിൽക്ക് ഉണ്ട് അല്ലേ. പിന്നെ ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായിരിക്കണം? എന്തൊക്കെ ഉണ്ടായിരിക്കണം? 1-2 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയണം, വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇഴയകലമുണ്ടാകണം. പിന്നെ എന്തൊക്കെ എഴുതാൻ പറ്റും? എന്താ നമ്മൾ എഴുതുന്ന അടുത്തത്? പുറത്തെ ചൂടിനെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത് പരമാവധി നിയന്ത്രിക്കണം അല്ലേ. നമുക്ക് ചൂട് എന്താകണം? ചൂടുകാലത്ത് ശരീരത്തിന് ചൂടായിരിക്കില്ല. അപ്പോൾ എന്താ നമ്മൾ ശരീരത്തിലേക്ക് ചൂടിനെ കടത്തിവിടുന്നത് പരമാവധി നിയന്ത്രിക്കാൻ പറ്റുന്ന തുണികളായിരിക്കണം. ഈ സവിശേഷതകൾ ഏതു തരം വസ്ത്രങ്ങൾക്കാണ് കൂടുതലുള്ളത്? പരുത്തി വസ്ത്രങ്ങൾക്കോ പോളിസ്റ്റർ വസ്ത്രങ്ങൾക്കോ? ഏതിനായിരിക്കും കൂടുതലുണ്ടാവുക? പരുത്തി വസ്ത്രങ്ങൾക്ക് അല്ലേ. പരുത്തി വസ്ത്രങ്ങൾക്കാണ് ഇത്ര ചൂടുകാലത്ത് ഉണ്ടാവേണ്ട ഗുണങ്ങളുള്ള ഇത്തരം പ്രത്യേകത ഉള്ളത് പരുത്തി വസ്ത്രങ്ങൾക്കാണ്. ഇതെങ്ങനെ കണ്ടെത്താൻ കഴിയും? നമുക്കതൊന്ന് ചെയ്ത് നോക്കണം അല്ലേ, എങ്ങനെ കണ്ടെത്താൻ പറ്റുക എന്നുള്ളത്. പരുത്തി തുണികൾക്കാണോ പോളിസ്റ്റർ തുണികൾക്കാണോ ഈർപ്പം കൂടുതൽ വലിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായി പരുത്തിയുടെയും പോളിസ്റ്ററിൻ്റെയും തുണിക്കഷ്ണങ്ങൾ ഒരേ അളവിൽ എടുക്കുക. ഒരേ വലുപ്പമുള്ള 2 ഗ്ലാസുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് തുണികൾ പൂർണ്ണമായും അതിൽ മുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് അവ പുറത്തെടുക്കുക. ഓരോ ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് നിരീക്ഷിക്കുക. എന്തായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും അതിൻ്റെ കാരണം? നമുക്ക് നോക്കല്ലേ. പരുത്തി തുണി മുക്കിവെച്ച ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം പരുത്തി തുണി പോളിസ്റ്റർ തുണിയേക്കാൾ വെള്ളം വലിച്ചെടുക്കുന്നവയാണ്. അപ്പം നമുക്കെന്ത് മനസ്സിലാക്കാം? പരുത്തി തുണിയാണ് ഈർപ്പം കൂടുതൽ വലിച്ചെടുക്കാൻ പറ്റുന്നത്. മഴക്കാലത്ത് ഏതുതരം വസ്ത്രമായിരിക്കും അനുയോജ്യം? എങ്ങനത്തെ ആയിരിക്കും? ഇവിടെ തന്നിട്ടുണ്ടോന്നല്ലേ. പെട്ടെന്ന് ഉണങ്ങുന്നത്. പിന്നെന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? വായുസഞ്ചാരമുള്ളവ, പിന്നെ നേരിയ ഭാരമുള്ളവ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്. അപ്പം അടുത്തെന്താണ്? ഇതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ചെമ്മരിയാട്, ഹിമക്കരടി തുടങ്ങിയ ജീവികൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കട്ടിയുള്ള രോമാവരണമാണുള്ളത് അല്ലേ. ഇവിടെ 2-3 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേതൊക്കെയായിരിക്കും? ചെമ്മരിയാടുണ്ട്, പിന്നെ ഹിമക്കരടി ഉണ്ട്, പിന്നെ ഒന്ന് പെൻഗിനാണ് അല്ലേ.
പെൻഗ്വിനുകൾക്ക് അവയുടെ തൂവലുകൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികളുടെ തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പിന്റെ പാളിയും അവയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. റോഡും പരിസരവും. ക്ലാസ്സിനു ശേഷം കുട്ടനും കൂട്ടുകാരും ബസ്സിൽ കയറാനായി നടന്നു. റോഡരികിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലേ, റോഡ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? എന്തൊക്കെയുണ്ട്? വലതുവശം ചേർന്ന് നടക്കുക, കൂട്ടം കൂടി നടക്കരുത്, നടപ്പാതയുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ. പിന്നെന്ത് നമുക്ക് എഴുതാൻ പറ്റും? എന്തൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നടക്കുന്നത്? അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? ഒന്നുകൂടി ഇല്ല എഴുതാൻ? ഒന്ന് എഴുതണ്ടേ? നമുക്ക് എഴുതി നോക്കാം അല്ലേ? അപ്പോൾ അടുത്ത നമുക്ക് എന്ത് എഴുതാം? സീബ്ര വരയിൽ കൂടി മാത്രമേ റോഡ് മുറിച്ച് കടക്കാവൂ. റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുന്നതാണ് സുരക്ഷിതം. ഇടതുവശത്തു കൂടി നടക്കുമ്പോൾ അപകടത്തിന് സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? റോഡിന്റെ ഇടതുവശത്തും കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ അപകട സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇടതുവശത്തു കൂടി പോകുന്നതിനാൽ അപകട സാധ്യത കുറവാണ്. അപ്പം നമ്മൾ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന വാഹനങ്ങൾ മുന്നിൽ കൂടെ വരുന്ന വാഹനങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പിറകിലൂടെ വരുന്ന വാഹനങ്ങൾ ഏത് ഭാഗത്തായിരിക്കും? ഇടതു ഭാഗത്തായതുകൊണ്ട് നമുക്ക് അപകട സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് റോഡിന്റെ വലതുവശം ചേർന്നേ മക്കൾ നടക്കാവൂ. റോഡിൽ സീബ്ര വരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ളതാണ് സീബ്ര വരകൾ. സീബ്ര വരയിലൂടെയാണ് നമ്മൾ റോഡ് മുറിച്ച് കടക്കേണ്ടത്. ഇപ്പം നമ്മൾ ഹൈവേ കൂടെയൊക്കെ പോകുമ്പോൾ കാണാം, ആ ലൈനുകൾ കാണാം. അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ റോഡ് മുറിച്ച് കടക്കുകയാണെങ്കിൽ അല്ലേ, വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നമ്മൾ കാണാൻ പറ്റും. അവർ അവിടെ എത്തുമ്പോൾ അത് ശ്രദ്ധിക്കും. അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് റോഡ് മുറിച്ച് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരെ ശ്രദ്ധ പറ്റൂല. ഇപ്പം എന്താണ് അപകട സാധ്യത അവിടുന്ന് കൂടുതലാണ്. അപ്പം സീബ്ര ലൈൻ നോക്കിയിട്ടാണ് റോഡ് മുറിച്ച് കടക്കേണ്ടത് കഴിയുന്നതും. കുട്ടികൾ ഇരുവശവും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. സീബ്ര വര മുറിച്ച് കടന്ന് വരിയായി ബസ്സിൽ കയറി. ബസ്സിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ ബസ്സിന്റെ സൈഡിൽ എന്താണ് എഴുതിയത്? കൈയും തലയും പുറത്തിടരുത്. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കൈയും തലയൊന്നും പുറത്തേക്ക് ഇടരുത് എന്ന് പറയുന്നത്? നിങ്ങൾ വാഹനത്തിന്റെ വലതുവശത്താണ് ഇരിക്കുന്നതെങ്കിൽ കൈയും തലയും പുറത്തിട്ടാൽ എതിർഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ കയ്യിലോ തലയിലോ ഉരസി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വാഹനത്തിന്റെ ഇടതുവശത്താണ് ഇരിക്കുന്നതെങ്കിൽ മരങ്ങളുടെ ചെറിയ കമ്പുകളും മറ്റും ശരീരത്തിൽ തട്ടിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും അങ്ങനെയല്ല കയ്യും തലയോ ഒന്നും പുറത്തേക്ക് ഇട്ട് കളിക്കരുത്. പക്ഷെ അതിന് അപകട സാധ്യത കൂടുതലാണ്. ഒരു ഭാഗത്ത് തിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നാ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ സൈഡിൽ കൂടെ വരുന്ന വാഹനങ്ങളോ മറ്റെന്തെങ്കിലും തട്ടിയിട്ട് നമുക്ക് അപകടം കൂടും. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലാണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ചെറിയ ചെടികളോ മുള്ളൊക്കെ ഉള്ള ചെറിയ ചെടികളും ഇതൊക്കെ ഉണ്ടാവില്ലേ? ബസ്സൊക്കെ പോകുമ്പോൾ സൈഡിൽ ഓരോ വീടിൻ്റെ ഒക്കെ സൈഡിലൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ണിലോ മുഖത്തൊക്കെ തട്ടി നമുക്ക് മുറിവോ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കുക. ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുക. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്. വാഹനം നിർത്തിയതിനു ശേഷം മാത്രമേ ഇറങ്ങാവൂ. പിന്നെന്താ എഴുതാൻ പറ്റും നമുക്ക്? കൈയും തലയും പുറത്തിടരുത്. ബസ്സിന്റെ ചവിട്ടുപടിയിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത്. ബസ്സിൽ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നന്നായി പിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. റോഡ് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും. അമ്മ കുഞ്ഞിനോട് പറയുകയാണല്ലേ, റോഡ് നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണില്ലെങ്കിൽ അതിന് അപകട സാധ്യത കൂടുതലാണ്. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെല്ലാം കാരണങ്ങളാണുള്ളത്? എന്തൊക്കെയുണ്ട്? അമിത വേഗം അല്ലേ? അമിത വേഗമുണ്ട്. ഡ്രൈവറുടെ അശ്രദ്ധ, മുന്നറിയിപ്പ് ബോർഡുകൾ അനുസരിക്കാത്തത്, ട്രാഫിക് അടയാളങ്ങൾ ശ്രദ്ധിക്കാത്തത്. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? മദ്യപിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നത്, വാഹനങ്ങളുടെ മത്സരയോട്ടം. ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് റോഡിൽ പോകുമ്പോൾ അപകടങ്ങൾ കൂടാനുള്ള സാധ്യതയാണ്. കവലയിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞ അടയാള വിളക്കുകളിലേക്കായി കുട്ടികളുടെ ശ്രദ്ധ. അടയാള വിളക്കുകളിലെ ഓരോ ചിഹ്നവും സൂചിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ കാണാറില്ലേ അല്ലേ? റോഡിലൂടെയൊക്കെ പോകുമ്പോൾ സിഗ്നൽ ലൈറ്റ് കാണാറില്ലേ അല്ലേ? അതൊക്കെ എന്താണ്? ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ചുവപ്പ്, മഞ്ഞ, പച്ച എന്ന ലൈറ്റുകളുടെ ചിത്രമാണ്. അപ്പോൾ ചുവപ്പ് എന്താണ് കാണിക്കുന്നത്? വാഹനങ്ങൾ നിർത്തുക. മഞ്ഞയോ അടയാളം ചുവപ്പായി മാറാൻ പോകുന്നു, വേഗത കുറയ്ക്കുകയും നിർത്താൻ തയ്യാറാവുകയും ചെയ്യുക. പച്ച എന്താണ്? വാഹനങ്ങൾ പോകുക. പിന്നെ അടുത്ത എന്താണ് ചിഹ്നം കാണുന്നത് അല്ലേ? ഒരു ചുവപ്പും പച്ചയും കാണുന്നുണ്ട് അല്ലേ? അതെന്താണ്? കാൽനട യാത്രക്കാർക്ക്
ഉള്ള സിഗ്നലാണ്, അവർക്കുള്ള അടയാളങ്ങളാണ് അല്ലേ. അവർ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സിഗ്നലാണ്. അപ്പോൾ അതിലെന്താണ് ചുവപ്പ് കാണിക്കുന്നത്? റോഡ് മുറിച്ച് കടക്കരുത്. അതൊരു കൈൻ്റെ ചിഹ്നവും കാണുന്നുണ്ട് അല്ലേ. പിന്നെ അടുത്തെന്താണ്? ഒരാൾ നടന്നു പോകുന്ന ഒരു ലൈറ്റാണ് കാണുന്നത്. എന്താണ്? റോഡ് മുറിച്ച് കടക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. റോഡിൻ്റെ വശങ്ങളിൽ കുട്ടികൾ കണ്ട ചില അടയാളങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ചിത്രത്തിലെ അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ 4 അടയാളങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയായിരിക്കും നമുക്കത് നോക്കാം അല്ലേ. ഫസ്റ്റിൽ കാണുന്ന ചിഹ്നം എന്താണ്? ഒരു പ്ലസ് മാർക്കുണ്ട്, ഒരു ബെഡൊക്കെ ഇട്ടിട്ട് കാണുന്നുണ്ട് അല്ലേ. അതെന്തായിരിക്കും? ഹോസ്പിറ്റൽ അടുത്തുണ്ട് അല്ലേ, അരികെ ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നോക്കൂ, ഒരു കുട്ടി ബാഗിൽ തോളിലിട്ട് ഓടുന്ന ചിത്രമാണ് അല്ലേ. അപ്പം അതെന്താണ്? അരികെ സ്കൂളുണ്ട്. പിന്നെന്താ? ഒരു ഹോണ് ക്രോസ് ചെയ്ത് വരഞ്ഞിട്ടുണ്ട് അല്ലേ. അതാണ് ഹോൺ മുഴക്കരുത്. അതുപോലെ ഇവിടെ പി എഴുതിയിട്ട് അതുപോലെ തന്നെ വരഞ്ഞിട്ടുണ്ട്. എന്താണ്? വാഹനം നിർത്തിയിടരുത്, എന്നുവെച്ചാൽ പാർക്ക് ചെയ്യരുത്. ഇത്രയും മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് ട്രാഫിക് അടയാളങ്ങൾ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് എഴുതി നോക്കാം. ട്രാഫിക് അടയാളങ്ങൾ. ഒന്നിൽ അടയാളം എന്ന് എഴുതിയിട്ടുണ്ട്, അടുത്തതിൽ അടയാളത്തിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഒന്നിൽ 45 എന്നാണ് എഴുതിയത്. 45 പരമാവധി വേഗത മണിക്കൂറിൽ 45 കിലോമീറ്റർ. പിന്നെ അടുത്ത ചിഹ്നം പ്രവേശനമില്ല എന്നുള്ളതാണ്. പിന്നെ ഇടത്തോട്ട് തിരിയരുത്. പിന്നെയുള്ളത് കാൽനടയാത്രക്കാർ ക്രോസ് ചെയ്യുന്ന സ്ഥലം. അടുത്തത് നിർബന്ധമായും ഹോൺ മുഴക്കുക. പിന്നെ മുന്നിൽ വലതുഭാഗത്തേക്ക് വളവ്. പിന്നെ നിർബന്ധമായും ഇടത്തോട്ട് പോകുക. ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയും ട്രാഫിക് അടയാളങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കണ്ടെത്തി എഴുതി നോക്കാം. വാഹനം ഓടിക്കാം. ഇനി ഒരു കളിയായാലോ? ചിത്രത്തിലേതുപോലെ സ്കൂൾ ഗ്രൗണ്ടിൽ റോഡ് വരയ്ക്കണം. ഇതവിടെ ചിത്രം തന്നിട്ടുണ്ട്, 2-3 ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കാം എന്നുള്ള ഒരു കളിയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? 2-3 ഇടങ്ങളിൽ സീബ്ര ലൈൻ കൂടി വരയ്ക്കണം അല്ലേ. സീബ്ര ലൈൻ കണ്ടില്ലേ വരച്ചത്? ഒരാൾ ട്രാഫിക് പോലീസ് ആവണം. കൂടാതെ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകളുമായി 3 പേരും തയ്യാറായി നിൽക്കണം അല്ലേ. 3 പേര് കണ്ടില്ലേ ഇവിടെ 3 കാർഡ് പിടിച്ചിട്ട് നിൽക്കുന്നത്. കുറച്ച് പേർ വാഹനങ്ങളായി മാറണം, ബാക്കിയുള്ളവർ കാൽനട യാത്രക്കാരാവണം. ഇനി കളി തുടങ്ങാം. വാഹനങ്ങൾ റോഡിലൂടെ ഓടുക. റോഡ് നിയമങ്ങൾ കൃത്യമായി അനുസരിച്ച് വേണം വാഹനങ്ങൾ നീങ്ങാൻ. നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇതൊക്കെ സീബ്ര ലൈൻ വരയ്ക്കാം. പിന്നെ കുട്ടികൾ ഓരോ കാർഡ്, മഞ്ഞ, പച്ച, ചുവപ്പ് കാർഡുകൾ പിടിച്ചിട്ട് നിൽക്കണം. പിന്നെ ഓരോരുത്തർ വാഹനങ്ങളായി മാറണം. അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ റോഡിലെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടാണോ റോഡ് ഓടിച്ചതെന്നൊക്കെ ഉള്ളതൊന്ന് ശ്രദ്ധിക്കണം. റോഡിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നുള്ളതൊക്കെ നോക്കണം. വെച്ചാൽ പിന്നെ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അപകടങ്ങൾ വരുമെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. അപകടങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നോക്കുക. അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കണം. അനുഭവക്കുറിപ്പ് തയ്യാറാക്കാൻ സഹായിക്കുന്ന ചില സൂചനാ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത്, വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചോ? ഏതെങ്കിലും വാഹനം അതിവേഗത്തിൽ ഓടിയിട്ടുണ്ടോ? ചുവന്ന അടയാളം വന്നിട്ടും ഏതെങ്കിലും വാഹനം കടന്നു പോയിട്ടുണ്ടോ? കാൽനടയാത്രക്കാർ ആരെങ്കിലും റോഡിന്റെ ഇടതുവശത്തു കൂടെ നടക്കുന്നത് കണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ വാഹനത്തിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് നടന്നു നീങ്ങിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ആരെങ്കിലും ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശം അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? സീബ്ര ലൈനിൽ കൂടി അല്ലാതെ ആരെങ്കിലും റോഡ് മുറിച്ച് കടന്നിട്ടുണ്ടോ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കളിച്ചതിന് ശേഷം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് എഴുതി നോക്കുക. അപ്പോൾ വാഹനം കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. അതിവേഗത്തിൽ വാഹനം ഓടിച്ചാര്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കളിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ വെച്ച് ഒരു അനുഭവക്കുറിപ്പായ രൂപത്തിൽ എഴുതി നോക്കുക. ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങളത് വലിയ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി എഴുതി നോക്കുക. പിന്നെ നിങ്ങൾ തയ്യാറാക്കേണ്ട അനുഭവക്കുറിപ്പിലെ ഒരു വാക്യം ഉദാഹരണമായി താഴെ കൊടുക്കുന്നു. നമുക്കൊന്ന് അതിനെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ സീബ്ര വരയിൽ കൂടിയല്ലാതെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയും എനിക്ക് പെട്ടെന്ന് തന്നെ വാഹനം നിർത്തേണ്ട സാഹചര്യം വരികയും ചെയ്തു. ഇതുപോലെ നിങ്ങൾ ഈ ചോദ്യം വെച്ചിട്ട് ഓരോരുത്തരും ഒന്ന് എഴുതി നോക്കുക. നമ്മുടെ ഈ പാഠത്തിൻ്റെ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് പ്രഥമ ശുശ്രൂഷ മുതലുള്ളതാണ് നമുക്ക് പാർട്ട് 2 പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ നിൽക്കണേ. പിന്നെ ആർക്കെങ്കിലും ഈ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പാർട്ട് 2 കാണാം.